നല്ല വിളവെടുപ്പുണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ഇട്ട് നിൽക്കുകയാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതുപോലെ കൊല കുത്തി കായ്കളൊക്കെ ഉണ്ടാകാനായിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പം ഈ ഒരു വളം നമ്മളെ ചെടികളിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടുന്നതാണ്. നമ്മൾ യാതൊരു വളം കടകളിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം ഇതാണ് വളം. ഇത് നമ്മളെ കരിയില പൊടിച്ചുണ്ടാക്കുന്ന ഒരു വളമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള അടിച്ചു വാരുമ്പോൾ കരിയിലൊക്കെ കിട്ടുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ കരിയിലകളൊക്കെ ശേഖരിച്ച് വെക്കുക. അതല്ല എങ്കിൽ നമ്മൾ അടുത്ത് എവിടെയെങ്കിലും പോയിട്ട് ഇച്ചിരി കരിയില നമ്മൾ ശേഖരിച്ച് കൊണ്ടുവരാം. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഇവിടെ പച്ച പുല്ലാണ് കേട്ടോ. അതെന്ത് പുല്ലായാലും വേരില്ലതോ ഇല്ലാത്തതോ ഒക്കെ എടുക്കാവുന്നതാണ്. പിന്നെ അല്പം മണ്ണ്, പിന്നെ അതുപോലെ തന്നെ കുമ്മായം, വേപ്പും പിണ്ണാക്ക് കേട്ടോ. ഇത്ര മാത്രമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ചാണകപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചാണകപ്പൊടി എടുക്കാം. പിന്നെ നമ്മൾ പുളിപ്പിച്ച കഞ്ഞിവെള്ളം കേട്ടോ. കഞ്ഞിവെള്ളത്തിൻ്റെ പഴത്തൊലിയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ മണ്ണിലേക്ക് ഞാനിത് അല്പം ഈ കുമ്മായം ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ്. കുമ്മായത്തിൻ്റെ മുകളിലായിട്ട് നമ്മൾ വേപ്പും പിണ്ണാക്കും ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പം ഇത്ര മാത്രമാണ് നമ്മൾ ഈ മണ്ണിൽ ഇട്ട് കൊടുക്കുന്നത്. ഇതാണ് നമ്മൾ ഈ വളം ഉണ്ടാക്കാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ഉപയോഗിക്കുന്ന ഒരു സാധനം കേട്ടോ. ഇത് ഇനി എങ്ങനെയാണ് നമ്മളെ ചാക്ക്, ഒരു അത്യാവശ്യം ഒരു ചാക്കും കൂടി നമ്മൾ ഈ വളം ഉണ്ടാക്കാനായിട്ട് എടുക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ ഈ ചാക്കിൽ ഇത് എങ്ങനെ ഇട്ടിട്ടാണ് വളമാക്കി എടുക്കുന്നതെന്നും കൂടി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു ഉറപ്പും ബലമൊക്കെ ഉള്ള ഒരു ചാക്ക് എടുക്കുക. ചളി ഉണ്ടാവും, അതൊന്നും പ്രശ്നമല്ല കേട്ടോ. അപ്പം നല്ല ഉറപ്പുള്ള ഒരു ചാക്ക് തന്നെ എടുക്കുക. കാരണം നമ്മളിത് എല്ലാം കുത്തി നിറച്ച് വരുമ്പോൾ ചാക്ക് കീറിയൊന്നും പോകരുത് കേട്ടോ. അത്രയും നല്ല ഉറപ്പുള്ള ചാക്ക് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മളതിൽ ഹോൾസൊക്കെ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഹോൾസ് ഇടുന്ന സമയത്ത് അത് കീറി പോകുകയൊന്നും ചെയ്യരുത് കേട്ടോ. അങ്ങനെ അതിനാണ് നല്ല ഉറപ്പുള്ള എടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അതാ നമ്മൾ ചാക്കിൻ്റെ അടിഭാഗത്തായിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മണ്ണും കുമ്മായവും അതേപോലെ വേപ്പും പിണ്ണാക്കും ആയിട്ടുള്ളത് മിക്സ് ഇട്ട് വെച്ച് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ അല്പം കരിയില ഇട്ട് കൊടുത്തു കേട്ടോ. ഈ കരിയില ഇട്ടതിൻ്റെ ശേഷം നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പുല്ലുകളുണ്ടല്ലോ, നമ്മളെ മുറ്റത്തുനിന്ന് പറിക്കുന്ന പുല്ലോ അതല്ലെങ്കിൽ നമ്മളെ അടുത്ത് എവിടെയെങ്കിലും പോയിട്ടുള്ള പുല്ലുകളൊക്കെ എടുത്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ഈ വളം ഉണ്ടാക്കുന്നതായിട്ട് നമ്മളെ വേക്ക് ഭാഗത്ത് വന്നിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. നല്ല ഭാഗത്തൊന്നും ചപ്പും ചവറൊന്നും ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു പച്ച പുല്ല് ഇതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് വീട്ടിൽ കാടും അങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ പറിച്ചിട്ടിടാം. പച്ചപ്പുല്ല് ഇട്ടതിൻ്റെ ശേഷം നമ്മൾ വീണ്ടും കരിയില ഇട്ടതിൻ്റെ ശേഷം നമ്മൾ വീണ്ടും മണ്ണാണ് കേട്ടോ പിന്നെ ഇടേണ്ടത്. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ പൊട്ടി മിക്സ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതങ്ങനെ മണ്ണിടാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ കരിയിലിൻ്റെ മേലെ മാത്രമായിട്ടാണ് ഈ മണ്ണിടുന്നത്. പുല്ലിൻ്റെ മേലെ മണ്ണിട്ട് കഴിഞ്ഞാൽ ചില പുല്ലുകളൊക്കെ അതിൽ വേര് വെച്ച് മുളക്കാനായിട്ടൊക്കെ തുടങ്ങും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് കേട്ടോ ഈ കരിയിലിൻ്റെ മുകളിൽ മണ്ണിടുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ മണ്ണിൻ്റെ മുകളിൽ ഇച്ചിരിയും കൂടി കരിയിലിട്ടതിൻ്റെ ശേഷമാണ് നമ്മൾ ഈ ഒരു പച്ചപ്പുല്ല് ഇടുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ ഇച്ചിരി നമ്മൾ കട്ടായിട്ട് പോയിട്ടുണ്ട്. നമ്മൾ ഇടുന്ന സമയത്ത് നമ്മളതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതാ ഞാൻ വീണ്ടും ഈ പച്ചിലകളൊക്കെ ഇതിൽ നിറച്ച് അതിൻ്റെ മുകളിൽ വീണ്ടും കരിയിലിടുക. പിന്നെ വീണ്ടും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മണ്ണിടുക കേട്ടോ. അപ്പം ഇതിനായിട്ട് നമുക്ക് തൊടിയിൽ നിന്ന് എവിടെ നിന്ന് എന്ത് പച്ചില വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് അതല്ലെങ്കിൽ ഈ 5 സെൻറ്റിലൊക്കെ പാർക്കുന്നവർ നമ്മുടെ ചെടിയൊക്കെ വളർത്തുന്നവരാണെങ്കിൽ ചെടികളൊക്കെ ഇപ്പോൾ കാട് കയറി കാണും. മഴ പെയ്യുന്ന സമയത്താണ് ഈ വളം ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പോൾ ഈ കാട് കയറിയിട്ട് നമ്മൾ ചെടികളൊക്കെ വെട്ടി ഒഴിവാക്കുമ്പോൾ ആ ചെടികളൊക്കെ നമുക്ക് ഇതുപോലെ വളമാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് സ്ഥലം അപ്പുറത്തും ഇപ്പുറത്തും പറമ്പിലൊന്നും കാട് നമ്മളെ ചെടി വെട്ടി ഒഴിവാക്കാനൊന്നും സ്ഥലമില്ലാത്തൊരവസ്ഥയ്ക്കാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതി വളരെ ഉപയോഗപ്പെടുന്നതാണ്. നമുക്ക് ചെടികൾക്കുള്ള വളമായി അതുപോലെ തന്നെ നമ്മുടെ കാടുകളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ സംസ്കരിക്കുക എന്ന ഒരു രീതിയും കൂടി ഇതിൽ ഉൾക്കൊള്ളൂ കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കുമ്മായം ചേർത്തിട്ടുള്ള ഈ മണ്ണ് വീണ്ടും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ. അപ്പോൾ ചാണകപ്പൊടിയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി ഗുണം കിട്ടുന്നതാണ്. അപ്പോൾ ആ ചാണകപ്പൊടി അതില്ലാത്തൊരു സ്ലറി ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഇവിടെ ഇതെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മുടെ പുളിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ ടൈറ്റായിട്ടൊന്ന് കെട്ടി കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ടൈറ്റായിട്ട് കെട്ടണം. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു 10 ദിവസം കഴിയുമ്പോൾ ഈ ചാക്ക് കമഴ്ത്തി വെക്കേണ്ടതുണ്ട്. പിന്നെ 10 ദിവസം കഴിയുമ്പോൾ വീണ്ടും നമ്മളിതിനെ തിരിച്ച് നിവർത്തി വെച്ച് അതിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ.
അപ്പോൾ അതാ ഇനി എയർ സർക്കുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും ഒരു ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് അവിടെ കത്തി വെച്ചിട്ട് മെല്ലെ മെല്ലെ ഇങ്ങോട്ട് കുത്തിയിട്ട് ഹോൾസ് ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്ത് കമ്പിയോ ആണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഹോൾസ് ആക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ഹോൾസ് ഇട്ടതിൻ്റെ ശേഷം നമുക്കിതിനെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു 10 ദിവസം കഴിയുമ്പോൾ ഈ ചാക്കിനെ നേരെ മറിച്ച് തിരിച്ച് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളൊരു 45 ദിവസമൊക്കെ ആകുമ്പോഴത്തേനും നമുക്കിത് നല്ല രീതിയിൽ തന്നെ നല്ല പൊടി വളമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതാക്കണേ നമ്മളെ ചാക്കിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മളിതിനെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടോ. അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിതിനെ 10 ദിവസം കഴിയുമ്പോൾ തിരിച്ച് മറിച്ച് വെക്കുക, അത്ര മാത്രമുള്ള. അങ്ങനെ 10 ദിവസം കഴിഞ്ഞ് വീണ്ടും നമ്മളതിനെ നിവർത്തി വെക്കുക, വീണ്ടും കമഴ്ത്തി വെക്കുക. ഈ രീതിയിൽ തന്നെ ചെയ്താൽ നമുക്ക് 45 ദിവസം കൊണ്ട് നല്ല രീതിയിൽ വളം കിട്ടുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും അസ്സലാമു അലൈക്കും.